ഇത് അടയാർ പാലം, ഇത് ഗാന്ധി മണ്ഡപം, ഇത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ നടുക്കുള്ളത് IIT ക്യാമ്പസ്. അശ്വിൻ പറഞ്ഞ സ്ഥലം ആ കാണുന്നതാണ്. IITയുടെ പുറകിലായി ഒരു വലിയ കാടുണ്ട്. IIT മുഴുവനും 650 ഏക്കറാ. ഇതിൽ 450 ഏക്കർ വലിയ കാടാണ്. സിറ്റിയിൽ ഇത്രയും വലിയ കാടുള്ള കാര്യം ആർക്കും അറിയില്ല. അത് കോമ്പസസ് ടെക്നോളജി സെന്റർ, ഇത് മിഷൻ ഡൈനമിക് സെന്ററാ. ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ് ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 12 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ? ഇല്ല സർ, ഭാഗ്യം കൊണ്ട് സെമസ്റ്റർ ഹോളിഡേ ആണ് സർ. നെക്സ്റ്റ് 18 ഡേയ്സ് ക്ലോസ് ആയിരിക്കും. അവിടെ ഉള്ളതെല്ലാം ജർമ്മൻ എക്യുപ്മെന്റ്സാ. നമുക്ക് മെഡിസിൻസ്, ഔഷധങ്ങൾ ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മാലതി മൂലം അവിടേക്ക് എത്തിക്കാം. അശ്വിൻ എപ്പോ വരും? ലാബിന്റെ കീ എടുത്തോണ്ട് നമുക്ക് സിം കാർഡ് എല്ലാം വാങ്ങിയിട്ട് രാത്രി 11 മണിക്ക് വരും. എല്ലാവരും സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തല്ലോ? അതെല്ലാം ചെയ്തു. ഓക്കെ, വരൂ എന്നാ പോകാം. ഇന്നു കാണും ലോകം നമ്മൾക്കുള്ളതല്ലേ, നമ്മൾ തേടും ത്യാഗം തീർത്തിടാം. നമ്മുടെ ഈ ത്യാഗം സത്യമാകുമെങ്കിൽ നാളെ പുതുലോകം കണ്ടിടാം. ആരുമില്ല തുണയായി നമ്മൾക്കിന്ന് വഴി കാട്ടാൻ, കൂട്ടുകാർക്ക് തുണയാകാൻ സമ്മതമേ. ഇന്നീ നേരം മനസ്സിന്റെ വേദനയോ മറന്നിടാം, വിജയം നേടാം നമുക്കിന്നീ വേളയിലും. ഒന്നാമറയായി വരുമോ, വീണ്ടും ജന്മം തരുമോ, വീണ്ടും വീണ്ടും വരുമോ, വരുമോ. ഇന്നീ വിജയം നേടാം, ഉള്ളിൽ ഭയവും വേണ്ട, വീരപ്പടയായി വരുമോ, വരുമോ. ഇന്ന് കാണും ലോകം നമ്മൾക്കുള്ളതല്ലേ, നമ്മൾ തേടും ത്യാഗം തീർത്തിടാം. നമ്മുടെ ഈ ത്യാഗം സത്യമാകുമെങ്കിൽ നാളെ പുതുലോകം കണ്ടിടാം. ലക്ഷ്യത്തോടെ മുന്നേറിയാൽ അത് വിജയത്തിൽ ചെന്നിടും. തുടരാമീ ത്യാഗങ്ങൾ പല കൈകളിലൂടെ നാം. മനസ്സിലെ ദുഃഖങ്ങൾ മറന്നിടുന്നു, മെല്ലെ പൊരുതി മുന്നേറിടാം. ഈ തലമുറകൾ ഒരു വഴി കാട്ടി, ഇനി ധീരത കാട്ടിടാം. പറന്നിടാം പരീക്ഷണം തുടർന്നു ചെയ്യും നേരത്തിൽ, മനസ്സിലോ ജയിക്കണം, ജയിച്ചിടാമിനി നാളുകളിൽ. வணக்கம். பரவி வரும் மர்ம காய்ச்சலுக்கு தமிழகத்தில் இதுவரை 118 பேர் பலியாகியுள்ளனர். திண்டிவனம், நாகர்கோவில் பகுதிகளில் போதிய மருத்துவ വസതികൾ ഇല്ലാത്തதாൽ പൊതുമക്കൾ സാலை മറിയലിൽ. ഈ വൈറസ് ബാധിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗികളുടെ തിരക്ക് മൂലം ఇప్పుడు నార్త్ ఇండియాలో కూడా ఈ వ్యాధి వ్యాపించినట్లుగా ഈ രോഗം തടയുന്നതിനായി The disease has spread like fire. The initial symptoms are spotted on the face. There are many hospitals which are beyond their capacity to fill their patients. Many patients പൊതുസ്ഥലങ്ങളിൽ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. രോഗം ബാധിച്ചവർക്ക് ഇന്ത്യയിൽ മരുന്നുകളില്ലാതെ, രോഗികൾക്ക് ചികിത്സ കിട്ടാത്തത് കാരണം ജനങ്ങൾ രോഗം ബാധിച്ചവർക്ക് മരുന്ന് കിട്ടാതായപ്പോൾ ജനങ്ങൾ ഹോസ്പിറ്റലുകൾ തല്ലി തകർത്തു. இதுபோன்று தமிழகத்திலும் பிற மாநிலங்களிலும் பொதுமக்கள் வன்முறையில் ஈடுபடுவது கண்டிக்கத்தக்கது என மத்திய சுகாதாரத்துறை அமைச்சர் குலாம் நபி ஆசாத் இன்று தெரிவித்துள்ளார்.
ചലിച്ചിടും കൈവിരലുകളോ അത് മനസ്സിന് കുളിർമയോ എഴുതും വാക്കുകൾ മറക്കാതെ ഇനി മനസ്സിൽ കുറിച്ചിടാം പലരാൽ ചൊല്ലുന്ന വാക്കുകൾ ഇവിടെ വിജയം നൽകിടും പല നാൾ ചെയ്യുന്ന ത്യാഗങ്ങളോ ഇനി മനസ്സിന് ശാന്തമോ കുതിച്ചിടാം പറന്നിടാം ഇതാ ഇതാ ഇനി മുന്നോട്ട് വരാം വരാം പ്രതീക്ഷകൾ മനസ്സിലേറ്റി മുന്നോട്ട് ആരും ഇല്ല തുണയായി നമ്മൾക്കിന്ന് വഴി കാട്ടാൻ കൂട്ടുകാർക്ക് തുണയാകാൻ സമ്മതമേ ഇന്നീ നേരം മനസ്സിന്റെ വേദനയോ മറന്നിടാം വിജയം നേടാം നമുക്കിന്നീ വേളയിലും ഒത്താമറയായി വരുമോ വീണ്ടും ജന്മം തരുമോ വീണ്ടും വീണ്ടും വരുമോ വരുമോ ഇന്നീ വിജയം നേടാം ഉള്ളിൽ ഭയവും വേണ്ട ധീരപ്പടയായി വരുമോ വരുമോ Yes, sir. How can I help you? I want to know who make this purchase. Sir, but those details I cannot. The CD was purchased on 22nd February. It was a credit card purchase. The card holder name is Imran Shahid and it was HDFC Bank credit card. The name is Imran Shahil. Tell me about his more recent purchases. 2 days ago he had purchased something at Apollo Pharmacy. Yesterday he filled petrol for rupees 1500 at Bharat Petroleum Bunk, Gindi. TN09 AT7419. TN09. One second. 87419. This car yesterday, Imran filled petrol. Okay. But I find out Imran doesn't have a car. But I need to know name and address. After who on this? You got it. They are not 5 in total. They are 6. A girl is helping them from outside. Her name is Maladi. She is Shubha's school friend. She is in 3rd year civil engineering. This is certificate. Get a hold of Maladi and you will find others. Once you know where they are, don't leave Maladi. Kill her. That's exactly what I'm gonna do. And don't spare anyone. Else you will be in trouble. Kill everyone. Yes. മാഡം മാഡം എന്താ വേണ്ടേ?
plan? You can't find them through me. Because even I don't know where they are. It's time for Bodhidharman. You can't escape from him. Tell him I say good luck. മാലതി ലിസ്റ്റിലുള്ളതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് അയച്ചായിരുന്നോ? ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ്, മാലതി ബി വിംഗ്, ഈസ്റ്റ് ന്യൂട്ടൺ സർക്കിൾ, IIT ക്യാമ്പസ്, അടയാർ. ഇമ്രാൻ, മാലതിയുടെ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? മാലതി എവിടെയാ ഉള്ളത് ഇമ്രാൻ? ഹലോ, നീ എന്തിനാ ഇപ്പൊ അഡ്രസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? I will catch you this time. You If you hate India, if you have the guts to come and fight the Indian army, don't go out of killing innocent people like in coward. Arvind is going to kill you. You can't escape from Bodhidharman. Imran! Imran! എന്ത് പറ്റി ഇമ്രാൻ? ഇമ്രാൻ! Imran! 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 What happened? Imran! എന്താ ശുഭേ? എന്തിനാ കരയുന്നേ? ആരാ ചെയ്തത്? ആരാ ചെയ്തത്? ശുഭേ, we need to go. ഇനി ഈ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്. എന്താണ് അവസാനത്തെ ദിവസം? ജീവനെ പേടിച്ച് ഓടാൻ പറയുകയാണോ? അല്ല ശുഭ, നമ്മുടെ ജീവനക്കാരും അരവിന്ദന്റെ ജീവനാണ് പ്രധാനം. ബോധിധർമ്മന്റെ DNA പ്രധാനമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു 50 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഈ ഗവേഷണം ചെയ്യും. പക്ഷെ അതിന് അരവിന്ദുണ്ടാകണം. എന്നാ അരവിന്ദനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുക? അവന്റെ ദേഹത്ത് വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളെല്ലാവരും മരിച്ചാലും അരവിന്ദ് മരിക്കാൻ പാടില്ല. വാ.
to check it twice. വളരെ സൂക്ഷിച്ച് കവർ ചെയ്യ്. ശുഭ ഡോങ്ലി വന്നു കഴിഞ്ഞു.
The number of deaths due to mysterious disease has reduced considerably. This is seen as miracle in the fact that the treatment discovered by circus player Aravind, the man behind this miracle, is here with us today. You say that we have lost ancient ways of life and culture and time. But how do you believe that they would help modern society? കാണാതെ പോയ ഒരു കുട്ടിക്ക് അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, തന്റെ വീട് എവിടെയാണെന്ന് അറിയുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചരിത്രം മറക്കുന്നതുകൊണ്ടാണ് സംസ്കാരം നഷ്ടമാകുന്നത്. നമ്മുടെ ധീരതയും പെരുമയും നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ ഭരിച്ച എല്ലാവരും മനഃപൂർവ്വം അത് മറച്ചുവെച്ചു. മതം മാറ്റം, ജാതി മാറ്റം, മൊഴിമാറ്റം എന്ന് സംസ്കാരം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ചില ആചാരങ്ങൾ വെച്ച് പഴയ വസ്തുക്കൾ എരിച്ചു കളയുന്ന കൂട്ടത്തിൽ നിധി പോലെ സൂക്ഷിച്ച ഓല ഗ്രന്ഥങ്ങളും കത്തിയെരിഞ്ഞു. അതിനേക്കാളേറെ നമ്മുടെ ചരിത്രങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, ആയിരക്കണക്കിന് അപൂർവ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ശ്രീലങ്ക ജാഫ്ന ലൈബ്രറി മുഴുവനും എരിച്ച് ചാമ്പലാക്കി കളഞ്ഞു. നമ്മുടെ ചരിത്രമെല്ലാം മനസ്സിലാക്കിയിട്ട് അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്ക്. മഞ്ഞൾ അരച്ച് തേക്കുന്നതും വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ആചാരമാക്കരുത്. അത് സയൻസ് ആണെന്ന് പഠിപ്പിക്കണം. അത് ആന്റിബയോട്ടിക് ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് മഞ്ഞൾ വിളയാത്ത നാട്ടിൽ അവരതിനെക്കുറിച്ച് പഠിച്ച് പേറ്റന്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. വീട്ടിൽ അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഉമ്മറത്ത് ചാണകം തളിച്ച് കോലമിടുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മുടെ പല സംസ്കാരങ്ങളും നഷ്ടപ്പെടുന്നത്. വീടിനടുത്തുള്ള വേപ്പുമരം, മുറ്റത്തുള്ള തുളസിച്ചെടി, ഇതൊക്കെ ഔഷധമാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്താൽ ലോകത്തിന്റെ വെളിച്ചം ഭാരതീയ സംസ്കാരമാണെന്ന് അവർ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ നോക്കി അവരുടെ പിറകെ പായുന്നത്. അതുമാത്രമല്ല, എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് അയക്കുന്ന തുണിയുടെയും ഫ്രൂട്ട്സിന്റെയും കൂടെ നമ്മുടെ നാട്ടിലെ വിജ്ഞാനികളെയും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. നമ്മൾ മറന്നത് ബോധിധർമ്മനെ മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആയിരം മഹാന്മാരും യോഗികളും ജീവിച്ച മണ്ണാണിത്. അവരെല്ലാവരും നിങ്ങളുടെ DNA-യിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിരയിലോടുന്ന രക്തത്തിലും അവരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരാൻ പരീക്ഷണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതിയാകും.